നടിയാണ് ദിവ്യ ഭാരതി. 1993 വെറും 19ാമത്തെ വയസ്സിലാണ് ആ നടി മരണപ്പെടുന്നത്. അപ്പോഴേക്കും അവർ ബോളിവുഡിലെ ഒരു പ്രശസ്ത നടിയായി കഴിഞ്ഞിരുന്നു. സൗന്ദര്യത്തിലായാലും അഭിനയത്തിലായാലും മറ്റു നടിമാർക്ക് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു ദിവ്യ ഭാരതി. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ബോളിവുഡിനെ കീഴടക്കിയ ഒരു നടിയാണവർ. 1992 ഷാരൂഖ് ഖാന്റെ ആദ്യ സിനിമയായ ദീവാനയിലെ നായികയായിരുന്നു ദിവ്യ ഭാരതി. ഷാരൂഖ് ഖാനേക്കാളും താരമൂല്യം കൂടിയ നടിയായിരുന്നു അന്നവർ. ദിവ്യ ഭാരതിയുടെ മരണം ബോളിവുഡിനെ സ്തംഭിപ്പിച്ച ഒന്നായിരുന്നു. മുംബൈ അധോലോകത്തിന് വരെ ദിവ്യ ഭാരതിയുടെ മരണത്തിൽ പങ്കുണ്ടെന്നും പല ഉന്നതർക്കും സിനിമാക്കാർക്കും ഇതിൽ പങ്കുണ്ടെന്നും എല്ലാം വാർത്ത വന്നിരുന്നു. ദിവ്യ ഭാരതി ആരായിരുന്നു? അവരുടെ വ്യക്തിജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അവരുടെ മരണത്തിലെ ദുരൂഹത എന്താണ്? നമുക്കൊന്ന് നോക്കാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. 1974 ഓം പ്രകാശ് ഭാരതിയുടെയും നീതാ ഭാരതിയുടെയും മകളായി മുംബൈയിൽ ദിവ്യ ഭാരതി ജനിച്ചു. വളരെ ചെറുപ്പത്തിലെ സിനിമയിൽ വരാൻ ആഗ്രഹമുണ്ടായിരുന്ന ദിവ്യ ഭാരതി ആദ്യ മോഡൽ രംഗത്തേക്കാണ് കാൽവച്ചത്. ആ സമയത്താണ് ബോളിവുഡിലെ നടനായ ഗോവിന്ദയുടെ സഹോദരൻ ദിവ്യ ഭാരതിയെ കാണുന്നതും സ്വന്തം സിനിമയിലെ നായികയായി ക്ഷണിക്കുന്നതും. എന്നാൽ ആ സിനിമയിൽ എഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കാൻ ചില കാരണങ്ങളാൽ സാധിക്കാതെ പോയി. പിന്നീട് മറ്റൊരു 2 നിർമ്മാതാക്കൾ ദിവ്യ ഭാരതിയെ ശ്രദ്ധിക്കുകയും അവർ തങ്ങളുടെ സിനിമയിൽ നായികയായി ക്ഷണം വച്ച് നീട്ടുകയും ചെയ്തു. എന്നാൽ അതും പല കാരണങ്ങളാലും തടസ്സപ്പെട്ടു. അതോടെ ദിവ്യ ഭാരതി തെലുങ്കിലേക്ക് ശ്രദ്ധ തിരിക്കുകയും തെലുങ്ക് നടൻ വെങ്കടേഷിൻ്റെ കൂടെ നായികയായി തുടക്കം കുറിക്കുകയും ചെയ്തു. ബോബ്ലി രാജ എന്ന ആ തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ദിവ്യ ഭാരതിയുടെ പ്രായം വെറും 16 ആയിരുന്നു. പിന്നീട് ദിവ്യ ഭാരതി ബോളിവുഡിലും നിലയുറപ്പിക്കുകയാണ്. അന്ന് അക്കാലത്തുണ്ടായിരുന്ന പല പ്രശസ്ത നടിമാർക്കും ദിവ്യ ഭാരതി ഒരു ഭീഷണിയായി തന്നെ മാറി. പലരുടെയും ചാൻസുകൾ ദിവ്യ ഭാരതിയിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. 90കളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു നടിയായി മാറി അവർ. സിനിമാ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് പോയ ദിവ്യ ഭാരതിയുടെ വ്യക്തി ജീവിതത്തിലും പലതും ആരംഭിക്കുകയുണ്ടായി. ഒരു ദിവസം ലൊക്കേഷനിൽ നടൻ ഗോവിന്ദ ദിവ്യ ഭാരതിക്ക് സംവിധായകനായ സാജിദ് നാദിയാദ് വാലകിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സാജിദ് നാദിയാദ് വാല ദിവ്യ ഭാരതിയുടെ അസാമാന്യ സൗന്ദര്യത്തിൽ ആകെ അങ്ങ് മയങ്ങി. ഇവർക്കിടയിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം പെട്ടെന്ന് തന്നെ ഉടലെടുത്തെങ്കിലും ആ ഒരു സുഹൃത്ത് ബന്ധം പിന്നീട് അങ്ങോട്ട് പ്രണയത്തിലോട്ട് വഴിമാറി. 1992 മെയ് 10 ഇവർ രണ്ടുപേരും വിവാഹം കഴിക്കുകയാണ്. എന്നാൽ ആ ഇടയ്ക്ക് വിവാഹം കഴിഞ്ഞ നടിമാരെല്ലാം സിനിമയിൽ നിന്നും ഔട്ടാകുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ കരിയറിൽ വളരെ ഉന്നതിയിൽ നിന്നിരുന്ന ദിവ്യ ഭാരതി തൻ്റെ വിവാഹം വളരെ പരമരഹസ്യമായി വച്ചു. ഇത് ദിവ്യയും സാജിത്തും തമ്മിൽ ചേർന്നെടുത്ത ഒരു തീരുമാനമായിരുന്നു. വിവാഹം കഴിഞ്ഞ ഉടനെ മുംബൈയിലെ അന്ധേരി വെസ്റ്റിലെ വെർബോയിയയിലെ തുളസി അപ്പാർട്ട്മെൻറ്റിലെ 5ാം നിലയിലെ ഫ്ലാറ്റ് ദിവ്യ ഭാരതി വാടകയ്ക്കെടുത്താണ് താമസിച്ചത്. മുംബൈയിൽ ഒരു ഫ്ലാറ്റ് വാടകയ്ക്കെടുക്കുക എന്നത് നല്ല പണമുള്ളവർക്ക് മാത്രമേ അന്ന് പറ്റിയിരുന്നുള്ളൂ. ദിവ്യ ഭാരതി കൈ നിറച്ച് സമ്പാദിക്കുന്ന കാലമായതിനാൽ അവർക്കത് വളരെ നിസ്സാരമായിരുന്നു. 1993 ഏപ്രിലിൽ ഹൈദരാബാദിലെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി ദിവ്യ ഭാരതി പോവുകയാണ്. ഷൂട്ടിംഗ് എല്ലാം തീർന്ന ശേഷം സുഹൃത്തുക്കളുമായി പാർട്ടിക്ക് പോകാനും പിന്നെ കുറേ ഷോപ്പിംഗ് ഒക്കെ നടത്താനും ദിവ്യ തീരുമാനിച്ചിരുന്നു. പക്ഷേ എല്ലാ പ്ലാനുകളും മാറ്റിവെച്ച് ദിവ്യ ധൃതിയിൽ മുംബൈയിലേക്ക് പറന്നെത്തി. അതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ടായിരുന്നു. മുംബൈയിൽ വിഐപികൾ താമസിക്കുന്ന ഒരിടത്ത് ദിവ്യ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ എഗ്രിമെൻറ്റ് പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയാണ് ദിവ്യ ഷൂട്ടിംഗ് തീർന്നയുടനെ ഹൈദരാബാദിൽ നിന്ന് മുംബൈയിലേക്ക് പറന്നെത്തിയത്. 1993 ഏപ്രിൽ 5 പുതിയ ഫ്ലാറ്റിൻ്റെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത സന്തോഷം ആഘോഷിക്കാനായി അവർ പഴയ ഫ്ലാറ്റിൽ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു. ആ പാർട്ടിക്ക് വെറും 2 പേരെ മാത്രമേ ദിവ്യ ക്ഷണിച്ചിരുന്നുള്ളൂ. ദിവ്യ ഭാരതിയുടെ അനുജനായ കുനാൽ ഭാരതിയും കോസ്റ്റ്യൂം ഡിസൈനറായ നീതാ ലുല്ലയും മാത്രമാണ് ആ ക്ഷണം കൊടുത്തിരുന്നത്. എന്നാൽ പ്രതീക്ഷിക്കാതെ നീതാ ലുല്ലയുടെ ഭർത്താവായ ഡോക്ടർ ശ്യാം ലുല്ലയും രാത്രി 9 മണിയോടെ ആ ഫ്ലാറ്റിലെത്തി. എന്നിട്ട് ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയാണ്. ദിവ്യ ഭാരതി, കുനാൽ ഭാരതി, നീതാ ലുല്ല, ശ്യാം ലുല്ല. എന്നാൽ ഇവർ 4 പേരെയും കൂടാതെ ഇനി ഒരാൾ കൂടി ആ വീട്ടിലുണ്ടായിരുന്നു. അത് ആ വീട്ടുജോലിക്കാരിയായ അമൃതകുമാരിയായിരുന്നു.
ഇവരുടെ ഈ പാർട്ടിക്ക് വേണ്ട സ്നാക്സൊക്കെ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു അമൃതകുമാരി. അവർ മൊത്തത്തിൽ അടുക്കളയിൽ തന്നെ നിൽക്കുകയായിരുന്നു. എന്നാൽ ദിവ്യാഭാരതിയുടെ ഭർത്താവായ സാജിദ് നാദിയാവാല മാത്രം ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല. 9 മണിക്ക് തുടങ്ങിയ പാർട്ടി രാത്രി 11 മണി വരെ തുടർന്നു. ആ ഒരു 11 മണി വരെയും അവിടെ ഉണ്ടായിരുന്ന ദിവ്യയുടെ അനുജൻ കുനാൽ 11 മണിക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് പോയി. പിന്നീട് ആ വീട്ടിൽ നടന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു. പിന്നീട് ആ വീട്ടിലുണ്ടായിരുന്ന നീതാലുല്ലയും ഭർത്താവായ ശ്യാംലുല്ലയും മാത്രമായിരുന്നു. അവർ പോലീസിന് കൊടുത്ത മൊഴിപ്രകാരം ഇതാണ് ഉണ്ടായത്. കുനാൽ ഭാരതി പോയ ശേഷം ദിവ്യാഭാരതി ഒരു പെഗൊഴിച്ച് ബാൽക്കണിയിലേക്ക് പോയി ഒരു കസേരയിൽ ഇരുന്നു. തുളസി അപ്പാർട്ട്മെൻറ്റിൽ ഗ്രില്ലില്ലാത്ത തുറന്ന ഒരു ബാൽക്കണി ഉണ്ടായിരുന്നത് ദിവ്യയ്ക്ക് മാത്രമായിരുന്നു. ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഇരിപ്പിടം കൂടിയായിരുന്നു ആ ബാൽക്കണി. ഈ സമയത്ത് നീതാലുല്ലയും ശ്യാംലുല്ലയും ഹാളിൽ TV കാണുകയായിരുന്നു. ഈ സമയം ദിവ്യ TV കണ്ടുകൊണ്ടിരുന്ന നീതയോട് ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ ചോദിച്ചു. അവർ TVയുടെ വോളിയം കുറച്ചിട്ട് മറുപടി പറയാൻ തുടങ്ങിയതും വലിയൊരു ഒച്ച കേൾക്കുകയാണ്. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ദിവ്യ ബാൽക്കണിയിലില്ല. എന്തോ പറ്റിയെന്ന് മനസ്സിലായ നീതയും ശ്യാമും ഓടി താഴേക്ക് വന്നു. ഇവരുടെ ഈ നിലവിളി കേട്ട് ആൾക്കാരൊക്കെ താഴേക്ക് ഓടി. അവിടെ ചെന്ന് എല്ലാവരും നോക്കുമ്പോൾ കാണുന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ദിവ്യാഭാരതിയെയാണ്. പെട്ടെന്ന് തന്നെ ഡോക്ടർ ശ്യാംലുല്ല മറ്റുള്ളവരുടെയൊക്കെ സഹായത്തോടെ RN കൂപ്പർ ഹോസ്പിറ്റലിലേക്ക് ദിവ്യയെ കൊണ്ടുപോവുകയാണ്. എന്നാൽ ദിവ്യാഭാരതി മരിച്ചുവെന്ന വാർത്തയാണ് പുറത്തു നിൽക്കുന്നവരോട് ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞത്. അർദ്ധരാത്രിയാണ് ഈ ഒരു മരണം നടക്കുന്നത്. വലിയ മാധ്യമ ശ്രദ്ധയൊന്നും അന്നത്തെ കാലത്തില്ലാതിരുന്നതിനാൽ ദിവ്യയുടെ മരണം അധികം ആരും അപ്പോൾ അറിഞ്ഞില്ല. എന്തിന്, സ്വന്തം അമ്മ പോലും വെളുപ്പിനാണ് മകളുടെ ഈ ഒരു വിവരം അറിഞ്ഞെത്തുന്നത്. അതും മരിച്ചു എന്നറിയിക്കാതെ ഒരു ആക്സിഡൻറ്റ് പറ്റി എന്നാണ് ആ അമ്മയെ എല്ലാവരും അറിയിച്ചത്. ദിവ്യയ്ക്ക് എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് ഓടി വന്ന ആ അമ്മ അവിടെ എത്തിയപ്പോൾ ചില നാടകീയ രംഗങ്ങൾ ആ ആശുപത്രിയിൽ അരങ്ങേറുകയുണ്ടായി. ദിവ്യയുടെ അമ്മയെ കണ്ടതും ദിവ്യയുടെ അച്ഛനും അനുജനായ കുനാലും അവരുടെ നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരാൾ കാരണമാണ് ഈ ഒരു നില ദിവ്യയ്ക്ക് വന്നത്. അച്ഛനും മകനും പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചിട്ടും ആ സ്ത്രീ ഒരു അക്ഷരം മിണ്ടാതെ അവിടെ തന്നെ നിന്നു. അമ്മയെ എന്തിനാണ് അച്ഛനും അനിയനും കുറ്റപ്പെടുത്തിയത് എന്ന് യാതൊരു പിടിയും ആർക്കുമില്ല. മകളുടെ മരണം കണ്ടതും ആ അമ്മ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഇന്നും ആശുപത്രിക്കാരെ ഒന്നടങ്കം അതിശയിപ്പിച്ച ഒരു സംഭവമാണ് അന്ന് അവിടെ നടന്നത്. ഈ വിവരം അറിഞ്ഞ് സാജിദ് നാദിയാവാല ഓടിയെത്തിയപ്പോഴാണ് ഇയാളാണ് ദിവ്യയുടെ ഭർത്താവെന്ന് ആൾക്കാർ തിരിച്ചറിയുന്നത്. സാജിദ് ദിവ്യയുടെ വികൃതമായ മുഖം കണ്ട് തളർന്നിരുന്നു പോയി. കുറച്ചു നേരം തളർന്നിരുന്ന സാജിത്ത് കുഴഞ്ഞു വീഴുകയും അയാളുടെ നില വഷളാവുകയും ചെയ്തു. അതോടെ അയാളെ ICUവിൽ പ്രവേശിപ്പിച്ചു. പിറ്റേ ദിവസം തന്നെ സാജിത്ത് റിക്കവർ ആയെങ്കിലും അയാളുടെ മനോനില വളരെയധികം തെറ്റിയിരുന്നു. അയാൾ എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാതെ പറയുകയും പെരുമാറുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രതീക്ഷിക്കാതെ സംഭവിച്ച ദിവ്യയുടെ ആ മരണം അദ്ദേഹത്തിൻ്റെ മനോനിലയെ തെറ്റിച്ചതാണ് എന്നാണ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത്. പിറ്റേ ദിവസം ദിവ്യാഭാരതിയുടെ മരണം സെൻസേഷണൽ ന്യൂസായി മാറി. ബോളിവുഡിനെ പിടിച്ചു കുലുക്കിയ ഒരു മരണമായിരുന്നു അത്. സിനിമാ ലോകത്തെ എല്ലാവരും ദിവ്യയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ മുംബൈയിലേക്ക് എത്തി. പോലീസ് അന്വേഷണവും ദ്രുതഗതിയിൽ തന്നെ നടന്നു. ഈ ഒരു മരണത്തിൽ വളരെയേറെ ദുരൂഹതയുണ്ടെന്ന് വാർത്ത പരന്നതാണ് അതിന് കാരണം. മുംബൈ പോലീസ് ദിവ്യയുടെ ബോഡി ഓട്ടോപ്സി ചെയ്ത ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അന്ത്യകർമ്മങ്ങളെല്ലാം വളരെയേറെ ബഹുമതികളോടെ നടക്കുകയും ചെയ്തു. പോലീസ് ദിവ്യാഭാരതിയുടെ മരണത്തിൻ്റെ ദുരൂഹത തേടി പിന്നെ ഇറങ്ങുകയാണ്. അന്ന് ഈ മരണത്തിന് സാക്ഷിയായിരുന്ന നീതാലുല്ലയെയും ശ്യാംലുല്ലയെയും പോലീസ് ചോദ്യം ചെയ്തു. എന്നാൽ അവർ രണ്ടുപേരും പറഞ്ഞത് തങ്ങൾക്ക് ദിവ്യ സ്വയം ചാടിയതാണോ മദ്യലഹരിയിൽ വീണതാണോ എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്നാണ്. ആ വീട്ടിൽ അന്നുണ്ടായിരുന്ന വീട്ടുജോലിക്കാരി അമൃതകുമാരിയോട് പോലീസ് എന്തെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അമൃതകുമാരി ആ ബാൽക്കണിയിൽ സ്നാക്സ് കൊണ്ട് താൻ ചെന്നിരുന്നു എന്ന് പറഞ്ഞെങ്കിലും പോലീസ് അത് കംപ്ലീറ്റ് ചെയ്യിക്കുകയോ അവരുടെ മൊഴി റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തില്ല. ഇതിലും ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം എന്തെന്നാൽ ദിവ്യാഭാരതിയുടെ മരണം നടന്ന് 1 മാസത്തിന് ശേഷം ആ ജോലിക്കാരിയായ അമൃതകുമാരിയും മരണപ്പെട്ടു എന്നാണ്. ഹാർട്ട് അറ്റാക്കാണ് അമൃതയുടെ മരണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്.
4 വർഷത്തിനു ശേഷം പോലീസ് ഈ കേസ് വൈൻഡപ്പ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഈ മരണത്തിൽ ഉണ്ടായി. ഹൈദരാബാദിൽ വച്ച് സുഹൃത്തുക്കളുടെ വക ഒരു പാർട്ടിയിൽ പങ്കെടുത്ത ദിവ്യ അളവിലധികം മദ്യപിക്കുകയും ഫ്ളാറ്റിൽ വച്ച് സാജിദുമായി നല്ല രീതിയിൽ വാക്കേറ്റമുണ്ടായെന്നും പിന്നീട് മരണവാർത്തയാണ് കേട്ടതെന്നുമാണ് ചില സുഹൃത്തുക്കൾ പറയുന്നത്. ദിവ്യയുടെ ഒരു ആത്മസുഹൃത്ത് വെളിപ്പെടുത്തിയത് എന്തെന്നാൽ, മരിക്കുന്നതിന് മുൻപേ എന്തോ ഒരു കാര്യം പറഞ്ഞ് ഇവർ രണ്ടുപേരും സ്ഥിരം വഴക്കിടാറുണ്ടെന്നുമാണ്. ഒരു ദിവസം വഴക്കിട്ടപ്പോൾ ദിവ്യ വയലന്റ് ആവുകയും സാജിത്ത് ഡോക്ടർ ശ്യാം ലുല്ലയെ വിളിച്ചു വരുത്തുകയും ചെയ്തു. ശ്യാം ഇവരുടെ വഴക്കിനിടയിൽ എത്തിയതോടെ വയലന്റായി കണ്ട ദിവ്യയുടെ അടുക്കൽ നിന്നും തൽക്കാലം മാറാൻ ആവശ്യപ്പെട്ടു. അതുപ്രകാരം അയാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പാർട്ടിയുടെ അന്നും സാജിത്ത് അവിടെ ഉണ്ടായിരുന്നുവെന്നും ഇവർ രണ്ടുപേരും വഴക്കിട്ടത് കാരണം അയാൾ അന്നും അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നുമാണ് പറയുന്നത്. ഈ വഴക്കുകൾ നടക്കുന്നത് അമൃതകുമാരി മുറിക്കകത്ത് വെച്ച് കാണാറുണ്ടെന്നും പറയുന്നു. ചില അധോലോക സംഘവുമായിട്ടും സാജിത്തിന് ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്നും അധോലോകത്തെ ചിലർ ദിവ്യാഭാരതിയുടെ കാര്യങ്ങൾ ഇടപെടൽ നടത്തിയിരുന്നുവെന്നുമാണ് പറയപ്പെടുന്നത്. എന്തു തന്നെ ആയാലും ഇന്നും ദുരൂഹത മറനീക്കാതെ ഈ മരണം നിൽക്കുകയാണ്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം.